ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം 2 നന്നായി പഴുത്ത ഏത്തപ്പഴമാണ്. അതാ ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. നന്നായി പഴുത്ത പഴമാണ് കേട്ടോ വേണ്ടത്. നന്നായി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാവട്ടെ. നമുക്ക് നെയ്യാണ് ആവശ്യം. നെയ്യ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ. നെയ്യ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആവാനാണ് നെയ്യ് പറയുന്നത്. കുട്ടികൾക്ക് നെയ്യുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ നെയ്യ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതാക്കി അരിഞ്ഞ പഴമാണ്, കണ്ടില്ലേ? ഒത്തിരി നന്നായി പഴുത്ത പഴമായിരുന്നു. അപ്പോൾ ഞാനത് നന്നായിട്ട് അരിഞ്ഞു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ? അപ്പം ഈ ഒരു സൈസിൽ നമ്മൾ അരിഞ്ഞ് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. പഴമായിട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും അല്ലേ? അവർക്ക് വേണ്ടിയിട്ട് കൂടി ആണ് കേട്ടോ ഈ ഒരു റെസിപ്പി. കാരണം ചില കുട്ടികൾക്ക് പഴം കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ തന്നെ മക്കൾക്ക് പഴം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അവരെ ഏത്തപ്പഴം കഴിക്കാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗമായിട്ടാണ് ഞാനിത് ചെയ്തത്. ഇതാവുമ്പം വളരെ ഹെൽത്തിയാണ്, വളരെ ഈസിയാണ്, സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് പഴം, കണ്ടില്ലേ? ഒന്നുകൂടെ ഒന്ന് ബ്രൗൺ കളറാവണം, അപ്പോഴാണ് ടേസ്റ്റി ആവുക. അപ്പം നന്നായിട്ടൊന്ന് വീണ്ടും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് ഒരു സൈഡ് മാത്രം അങ്ങ് അടിയിൽ പിടിക്കുന്ന പോലെയോ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഇതാ ഈ ഒരു പരുവായി നന്നായി ഇളക്കിയ ശേഷം നമ്മളിനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ എത്ര വേണേലും നമുക്ക് ചേർക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പം ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതാ ഇതിൻ്റെ ഒരു പരുവത്തിന്, അതായത് ഒരു അര മുറി തേങ്ങയുടെ പകുതി അത്രയും ഞാൻ തിരുമ്മിയിട്ടുള്ളൂ. അത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ആദ്യത്തേക്കാൾ ഒന്നുകൂടെ ഒന്ന് വെന്ത് കുറച്ചുകൂടി ഒന്ന് കട്ട പോലെ ആയിട്ട് ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാൻ ആകെ 1.5 സ്പൂണേ ചേർക്കുന്നുള്ളൂ. അധികം മധുരം വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്തത്. തന്നെയല്ല, നന്നായി പഴുത്ത പഴമാണ്, നല്ല മധുരമുള്ള പഴമാണ്. അതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് ഞാൻ കുറച്ചതാണ്. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. മധുരം എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാം. നല്ല മധുരം വേണ്ടവർക്ക് 2-3 സ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാൻ ആ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ബദാമും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമും അണ്ടിപ്പരിപ്പും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഓപ്ഷണലാണ്. ഇനി അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിലക്കടല വറുത്തതുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അത് നമ്മളുടെ ഓപ്ഷനാണ്. ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് കേട്ടോ നമ്മളുടെ പരുവം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ റെഡിയായി. കട്ടൻ ചായ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചായ റെഡിയായി. മൊറോക്കൻ ടീയും നമ്മളുടെ പഴം റെഡിയായിട്ടുണ്ട്. അപ്പം ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്